ദേവീ ശരണം അമ്മേ മഹാദേവ്യൈ നമ. ലോലം പച്ചാർത്തിനുക്കും പുരികുഴലഴകിൽ കേകി പിഞ്ചങ്ങളോടും നീലാഭം പൂവലങ്കം പരിചിനൊടണിയും പീത കൗശേയമൂടും ചാലേ ചിന്നിട്ടു ഗോപാംഗനയൊടു കളിവാക്കേവമൂതും മുകുന്ദൻ പാലേ ലീലേ വസിക്കൻ മനസി സുഹൃത സന്താന വല്ലി സുചില്ലി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവതം അഷ്ടമസ്കന്ധം 13-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്തതായിട്ട് വരുന്ന പുഷ്കര ദ്വീപിൻ്റെ അവലോകനമാണ് ഇനി നമുക്ക് ഇന്ന് കേൾക്കാനുള്ളത്. നാരായണ ഋഷി നാരദന് നവവർഷങ്ങളിൽ ജംബൂദ്വീപം കഴിഞ്ഞ് ബാക്കിയുള്ള വർഷങ്ങളെ ഓരോന്നായിക്കൊണ്ട് അവലോകനം ചെയ്തു കൊണ്ടുവരുന്നു. അതിൽ പുഷ്കരം എന്ന പേരുള്ള ദ്വീപ് ശാഖദ്വീപിൻ്റെ ഇരട്ടിയാണ് വലിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാഖദ്വീപിന് 32 ലക്ഷം യോജനയാണ്. പുഷ്കരത്തിന് 64 ലക്ഷം യോജന ദൈർഘ്യമുള്ളതാണ്, വലിപ്പമുള്ളതാണ് ഈ പുഷ്കരം എന്ന് പറഞ്ഞ ദ്വീപ്. ശുദ്ധോദ സമുദ്രമാണ്. ഉദകം എന്ന് പറഞ്ഞാൽ ജലത്തിനാണ് ഉദകം. അപ്പം ശുദ്ധോദകം എന്ന് പറഞ്ഞാൽ നല്ല ജലം, ശുദ്ധജലം, നമുക്ക് കുടിക്കാനൊക്കെ പറ്റുന്നതായിട്ടുള്ള ശുദ്ധജലമായിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടു ഉപ്പ് വെള്ളം, അതേമാതിരി തന്നെ ഉപ്പ് സമുദ്രം, അതേമാതിരി നമ്മൾ ഇക്ഷുരസം അഥവാ കരിമ്പ് സമുദ്രം കണ്ടു. അതിനുശേഷം നമ്മൾ സുരോദകം മദ്യം കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഘൃതം നെയ്യിൻ്റെ കണ്ടു, നെയ്യ് കൊണ്ടുള്ള സമുദ്രം. പിന്നെ പാലാഴി എന്നൊക്കെ പറയുന്ന പാൽ സമുദ്രത്തിനെ പറ്റി നമ്മൾ കേട്ടു. ദതിമന്ധോദകം എന്ന് പറഞ്ഞാൽ തൈരുള്ള സമുദ്രം. അവസാനമായിട്ട് 7-ാമത്തെ സപ്തസമുദ്രങ്ങളിൽ 7-ാമത്തെ സമുദ്രം ശുദ്ധജലമുള്ള സമുദ്രമാണ് ഈ പുഷ്കര ദ്വീപിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഗ്നിജ്വാല പോലെ 10 കോടി സ്വർണദളങ്ങളോടുകൂടി വികസിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു താമരയുണ്ട് എന്നാണ് പറയണത്. അഗ്നിയെപ്പോലെ ജ്വലിക്കുന്നതായിട്ടുള്ളതും 10 കോടി സ്വർണദളങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഇരിക്കുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള താമര. ആ പുഷ്കരം എന്ന് പറഞ്ഞാൽ താമരയ്ക്കാണല്ലോ പറയുക സംസ്കൃതത്തിൽ. അതുകൊണ്ടാണ് പുഷ്കരദ്വീപം, അങ്ങനത്തെ ഒരു വിശിഷ്ട താമര ഉള്ളത് കൊണ്ട് അതിന് പുഷ്കരദ്വീപം എന്ന് പേര് കിട്ടി. ഭഗവാന്റെ ആസനമാണ് അത് എന്നാണ് പറയണത്. സർവ്വലോകങ്ങളെയും സൃഷ്ടിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നിർമ്മിച്ചതാണ് ഇത് എന്ന് പറയുന്നു. ഈ ദ്വീപിൽ ഒരു പർവ്വതേ ഉള്ളൂ. നമ്മളിതുവരെ 7 പർവ്വതങ്ങൾ, 7 നദികളൊക്കെയാണ് നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ ഇതിൽ ഈ പുഷ്കരദ്വീപിൽ ഒരു പർവ്വതേ ഉള്ളൂ എന്നാണ് പറയണത്. അതിൻ്റെ പേരാണ് മാനസോത്തരം. അത് ഒരൊറ്റ പർവ്വതം മാത്രമേ ഉള്ളൂ അവിടെ. അതിൻ്റെ ഉയരവും നീളവും ഒക്കെ 10,000 യോജന വീതമാണ്. ഈ പുഷ്കരദ്വീപിൻ്റെ 4 ദിക്കുകളിലും 4 പുരങ്ങളുണ്ട്. ഏതൊക്കെയാ പുരങ്ങൾ? ഇന്ദ്രാദിലോകന്മാരുടെ പുരങ്ങളാണ് അതെല്ലാം എന്നാണ് പറയണത്. ഈ 4 പുരങ്ങളുടെ ഉപരിയായിട്ട് മുകളിലായിട്ട് ആദിത്യമാർഗം, അതായത് സൂര്യൻ വലം വയ്ക്കുന്നതായിട്ടുള്ള മാർഗം, മേരുവിനെ ചുറ്റിക്കൊണ്ട് ആദിത്യൻ അവിടെ പ്രശോഭിക്കണു എന്ന് പറയണു. 2 അയനങ്ങളുള്ള സംവത്സരം എന്ന ചക്രം, ആ പഥത്തിലാണ് ആദിത്യൻ സഞ്ചരിക്കുന്നത്. അത് നമുക്കറിയാൻ 2 അയനങ്ങൾ, ദക്ഷിണായനവും ഉത്തരായണവും. രണ്ടും കൂടിയ ഉത്തരായണം 6 മാസം, ദക്ഷിണായനം 6 മാസം. അത് കൂടിയാൽ 1 വർഷം. ഈ 1 വർഷം 365 ദിവസം, അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ 1 വർഷം എന്നുള്ളത്.
പറയുന്നത്. അവിടെ 2 ഇനങ്ങളുണ്ട്. പ്രിയവ്രതൻ്റെ പുത്രനായിട്ടുള്ള വീതിഹോത്രൻ ആണ് അധിപൻ ഈ ദ്വീപിൻ്റെ, പുഷ്കര ദ്വീപിൻ്റെ. അദ്ദേഹത്തിന് 2 പുത്രന്മാരുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ബാക്കി ഇതുവരെ എല്ലാം നമ്മൾ 7 പുത്രന്മാരെയാണ് കേട്ടത് ഓരോരുത്തർക്കും. ഇവിടെ ഇദ്ദേഹത്തിന് മാത്രം 2 പുത്രന്മാരേ ഉള്ളൂ. രമണകം, ധാതകി എന്നീ വർഷങ്ങളുടെ അധിപന്മാരായിട്ട് ഈ 2 പുത്രന്മാരെ അദ്ദേഹം അവിടെ നിയമിച്ചു. അപ്പോൾ പുഷ്കരദ്വീപിനെ 2ആയിട്ട് വിഭജിച്ചു എന്നാണ് പറയണത്. മറ്റൊക്കെ 7ആയിട്ട് കേട്ടപ്പോൾ ഇവിടെ 2ആയിട്ടാണ് വിഭജിച്ചത്. രമണകം, ധാതകി എന്ന 2ൻ്റെയും പേര് അത് തൻ്റെ 2 പുത്രന്മാർക്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ആ ഭഗവാനെ, പരബ്രഹ്മമായിട്ടുള്ള ജഗദീശ്വരനെ ഭജിച്ച് അദ്ദേഹം ഇതാ ഭഗവത്പാദങ്ങളിൽ എത്തിച്ചേർന്നു. പ്രിയവ്രത പുത്രനായിട്ടുള്ള വീതിഹോത്രൻ എന്നവിടെ പറയണു. കർമ്മ യോഗവിധി പ്രകാരം നിത്യവും പൂജിക്കുന്നവരാണ് അവിടെയുള്ളവർ. കർമ്മത്തിൻ്റെ ഫലരൂപിയായി കരുതപ്പെടുന്ന അദ്വൈതവും ശാന്തവുമായ ബ്രഹ്മലിംഗത്തെയാണ് അവിടെ പൂജിക്കുന്നത്. അപ്പോൾ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെയാണ് അവിടെ പൂജിക്കുന്നത് എന്ന് പറഞ്ഞ പുഷ്കരദ്വീപിൻ്റെ വിശേഷണങ്ങളെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ 13ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കണു. അപ്പോൾ സപ്തദ്വീപുകൾ, നവവർഷങ്ങൾ, സപ്തസമുദ്രങ്ങൾ, അവയുടെ ഉപദ്വീപുകൾ, അവിടെയുള്ള ആയിട്ടുള്ള അനേകം പർവ്വതങ്ങൾ, നദികൾ, അവിടെ താമസിക്കുന്നതായിട്ടുള്ള ജനങ്ങളുടെ വിഭാഗങ്ങൾ, ആരാധനാമൂർത്തികൾ, ആരൊക്കെ ആരാധിച്ചു കൊണ്ടിരിക്കണോ മുതലായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കുറച്ച് അധ്യായങ്ങളെ കൊണ്ട് ഈ ഭൂഗോള വർണ്ണനം എന്ന് പറയുന്നതായിട്ടുള്ള ഈ അധ്യായങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ട് വന്നത്. ഏതായാലും ഇനി